സന്തോഷ് ഷർക്കിയുടെ മനസ്സിലുള്ളൊരു സൗന്ദര്യ സങ്കല്പം എങ്ങനെയാണ്? സിനിമാ നടിമാരെ ഓർമ്മിക്കരുത്, എങ്ങനെയായിരിക്കണം ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടിയെക്കാട്ടും ഇന്നർ ബ്യൂട്ടിയാണ് കൂടുതൽ വേണ്ടത്. മനസ്സ് കുറച്ച് നന്നാവണം. എക്സ്റ്റേണൽ ബ്യൂട്ടി കൊണ്ട് മാത്രം കാര്യമില്ല. എക്സ്റ്റേണൽ ബ്യൂട്ടിയിൽ ഒരു കാര്യവുമില്ല. അല്ല, എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ട് എൻ്റെ ലൈഫ് പാർട്ണർ ഭംഗിയിട്ടാവുന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, രാവിലെ തുളസിക്കതിർ ചൂടി ഒരു കാപ്പിയുമായി എന്നെ വന്ന് വിളിച്ചുണർത്തുന്ന ഒരു പെണ്ണ്. എനിക്കൊരു ടൗൺ ഗേൾ. ഞാൻ ടൗണിലെ ജനിച്ചു വളർന്ന, സിറ്റി അല്ല, നാടനോ അല്ല, ടൗൺ ഗേൾ. ഞാൻ ടൗണിൽ വളർന്ന ആളാണ്. പാലക്കാട് ഞാൻ ജനിച്ചു വളർന്നു. എടി എന്ന് വിളിക്കുമ്പോൾ തിരിച്ചെടാ എന്ന് വിളിക്കുന്ന ഒരു ബന്ധം. എനിക്കിപ്പോൾ എന്നെ ചേട്ടാ അങ്ങനെ ഭയങ്കര റെസ്പെക്ട് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. ഒരു 1-to-1 റിലേഷൻ. ഇപ്പോൾ ഫാമിലിയിൽ ഹസ്ബൻഡ് വൈഫ് ഈക്വൽ ആവണം. ഒരു 1-to-1 റിലേഷൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഡോമിനേറ്ററൊന്നും അവർ ഡോമിനേറ്ററൊന്നും ഇല്ല. 1-to-1 ഈക്വൽ. നാളെ സന്തോഷ് വർക്കിയെ ഒരു പെൺകുട്ടി വിളിക്കുകയാണ്, സന്തോഷ് ഏട്ടാ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സന്തോഷ് ഏട്ടൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള കളികളെല്ലാം അവസാനിപ്പിക്കണം, സിനിമ റിവ്യൂ പറയാൻ പാടില്ല, ഇത്തരത്തിൽ വീഡിയോകൾ ഇടാൻ പാടില്ല, പോസ്റ്റുകൾ ഇടാൻ പാടില്ല, എൻ്റേത് മാത്രമായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സന്തോഷിൻ്റെ പ്രതികരണം? അതല്ല നടത്താം. ഫിലോസഫിയിൽ മാറാൻ പറ്റില്ല. ഫിലോസഫി അങ്ങനത്തെ ആയാലും മാറാൻ പറ്റില്ല. സിനിമ റിവ്യൂവിൽ മാറാൻ ബുദ്ധിമുട്ടാണ്. ബാക്കി വീഡിയോസ് ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോളാം. താങ്കളാ പറഞ്ഞു ആത്മാർത്ഥമായ ഒരു പെണ്ണിന്റെ സൗഹൃദം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്, അതിനുവേണ്ടി താൻ വീഡിയോസ് ഇട്ട് സൂക്ഷിച്ചോളാം. അതെല്ലാം ചെയ്യണം. സിനിമ റിവ്യൂ എനിക്ക് നിർത്താൻ പറ്റില്ല, ഫിലോസഫി മറ്റേ കാര്യം നിർത്താൻ പറ്റില്ല. ബാക്കി വീഡിയോസ് ഇടുന്നത് മറ്റേ സൂക്ഷിച്ചോളാം. ആരും വിളിക്കാൻ സാധ്യതയില്ല സന്തോഷം, ആരും വിളിക്കാൻ സാധ്യതയില്ല. ഇല്ല, എനിക്കൊരു പെണ്ണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റും. എനിക്ക് പെണ്ണുണ്ടാവണം വലിയ ആഗ്രഹമില്ല, ഇല്ലാതെ ജീവിക്കാൻ പറ്റും. നല്ല ആളെ കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് തോന്നുന്നു ഈ ആണത്ത് അല്ലെങ്കിൽ പൗരുഷം ചിലർ പറയും സ്ത്രീകളായിട്ട് ലൈംഗിക ബന്ധത്തിൽ അതൊന്നല്ല. ഒരു സ്ത്രീ ഇല്ലാതെ ജീവിക്കലാണ് ഏറ്റവും വലിയ ആണത്ത്. പക്ഷെ സന്തോഷം ചെയ്തിട്ടില്ലേ? ഏതാ സ്ത്രീയോടൊപ്പം പോയിട്ടില്ലേ? അപൂർവമായിട്ടില്ല പോയിട്ടുള്ളൂ. അതെ, പക്ഷെ എന്നെ പറഞ്ഞാൽ അതില്ലാതെ ജീവിക്കലാണ് ഏറ്റവും ആണത്തമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇന്നും താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മഞ്ജു വാര്യരെ പോലെ പെണ്ണിനെ വേണമെന്നാണ്. കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിൽ വേണ്ട. ഈ പറയുന്നത് തമ്മിൽ മാച്ച് ആവുന്നില്ല. അല്ല, അതിപ്പോൾ നമുക്ക് മാറില്ല. ഇപ്പം നമ്മളിപ്പോൾ സയൻസ് റിലീജിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നതാണ് എപ്പോഴും അൾട്ടിമേറ്റ്. സയൻസിൽ പലതും മാറിക്കൊണ്ടിരിക്കുക. അതേപോലെ എൻ്റെയും പല അപ്രിയം മാറും. പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോഴും പലതും കാണുമ്പോൾ മാറും. എപ്പോഴും ഓരോ ഒപ്പീനിയൻ അല്ല. ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമോ? തോന്നിയാൽ ഇടും, പക്ഷെ അത് സൂക്ഷിച്ച് ഇടും. മനസ്സിലിപ്പോൾ അങ്ങനെ ഒരു പേരുണ്ടോ? അതിനി വരാൻ പോണേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ മറ്റേ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അവരായിട്ട് ഒരു ബന്ധത്തിന് ശരി, അത് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് സ്വാഭാവികമായും സന്തോഷിന്റെ ഒരു സ്വഭാവം വെച്ച് ഏതെങ്കിലും ഒരു പേര് മനസ്സിലേക്ക് വരേണ്ടതാണ്, ഒരു രൂപം മനസ്സിലേക്ക് വരേണ്ടതാണ്. നമ്മൾ ഇന്ന് ഇട്ട പോലെ മഞ്ജു വാര്യനെ പോലെ ഒരാൾ, മഞ്ജു വാര്യനെ പോലെ ഒരാൾ, മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ, അവരെ പോലെ ഒരാൾ, അവരെ എനിക്ക് ചോദിക്കാണ്. മലയാള സിനിമ പേടിയാണ് എനിക്ക്. ഞാൻ സമ്മതിച്ചു. മഞ്ജു വാര്യർ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ട് വളർന്ന, സിനിമയിൽ നിന്ന് മാറി നിന്നിട്ട് സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും സിനിമയിലേക്ക് എത്തുമ്പോൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരാൾ. ഇപ്പോഴും മലയാളി മനസ്സിൽ ഒരു സിനിമാ നടി എന്ന് പറയുമ്പോൾ ഊർവശി കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറയുള്ളൂ, താങ്കൾ പറഞ്ഞ പോലെ അല്ല, ഊർവശി കഴിഞ്ഞാൽ പിന്നീട് മനസ്സിലേക്ക് വരുന്ന മുഖം മഞ്ജു വാര്യർ. ആ മഞ്ജു വാര്യരെ പോലെ ഒരാളെ തനിക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ, മഞ്ജു വാര്യരെ പോലെ ഒരാൾ പറഞ്ഞാൽ അതുപോലെ ഫെയിം ഉണ്ടാവണോ, അതുപോലെ കാശ് ഉണ്ടാവണമെന്നല്ല, അതുപോലെ ആ ഒരു തരത്തിൽ പേഴ്സണാലിറ്റി. താങ്കൾക്ക് എത്രമാത്രം മഞ്ജു വാര്യരെ അറിയാം? 3-4 തവണ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് എന്നെ അറിയാം. അല്ല, 3-4 തവണ സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മഞ്ജു വാര്യരിലേക്ക് എന്റെ ചോദ്യം അതല്ല. ഞാൻ മഞ്ജു വാര്യർ ചേച്ചി ദയവ് ഇത് കാണുകയാണെങ്കിൽ, കാണുമെന്ന് എനിക്കറിയില്ല, കാണുകയാണെങ്കിൽ താങ്കളുടെ പേര് എടുത്തിടുന്നത് ഇതിനു വേണ്ടി ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ മനസ്സറിയാൻ വേണ്ടി മാത്രം. ഞാൻ 3-4 തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. കുറച്ച് വാശിയുള്ള ആളാണ്, പക്ഷേ ഭയങ്കര സ്ട്രോങ് ലേഡിയാണ്. പിന്നെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ് അവർ. നിഷ്കളങ്കനായ സന്തോഷ് വർക്കിക്ക് അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് വന്നാൽ താങ്ങാൻ പറ്റുമോ? അറിയില്ല. ഇപ്പം ഈ പെൺകുട്ടി, ഇപ്പം ഈ ഇൻ്റർവ്യൂ ചെയ്ത പെൺകുട്ടിയും ശരിയാകാൻ പറഞ്ഞാണ് ഞാൻ പോയത്. ഇനി നിത്യമേന്ദ്രനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളല്ല. ശരിയല്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ കുട്ടിയുടെ ഇഷ്ടം എനിക്ക് ഇഷ്ടമല്ല. അതല്ല, നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ആളാണോ ഇല്ല, നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ആയിരിക്കില്ല ആള്. എൻ്റെ ജഡ്ജ്മെൻറ്റ് തെറ്റ് ചെയ്യുന്നുണ്ട്. നിത്യമേൻ്റെ കേസിൽ 5-6 വർഷം നടന്നിട്ട് പോലും പിന്നീട് ഇവിടെ വന്ന് അവർ പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോഴാണ് എനിക്ക് അവരെ കുറിച്ച് ഐഡിയ കിട്ടിയത്. നിത്യമേനൻ ആരാണ്, സന്തോഷ് വർക്കി ആരാണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അവരുടെ ഫീൽഡ് അങ്ങനെ ആയതുകൊണ്ടാണ് അവർ ഇത്ര വലിയ ആളായത്. അങ്ങനെ ആയല്ലോ. അല്ല, അവരുടെ ഫീൽഡ് അങ്ങനെയാണ്. കാരണം സിനിമാ ഫീൽഡ് ഇപ്പോൾ ആക്ടിങ് മാത്രമല്ല, ഇപ്പോൾ എത്ര കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്, സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർക്ക് ആർക്കും കിട്ടാത്ത ഇമ്പോർട്ടൻസ് ആണ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവർക്ക് ആർക്കും കിട്ടാത്ത ഇമ്പോർട്ടൻസ് ആണ് ആക്ടേഴ്സിനും ആക്ട്രസ്മാർക്കും പാർട്ട്ണറും കൊടുക്കണം. അത് സിനിമാ ഫീൽഡിൽ ഒരു ഇൻജസ്റ്റിസ് ആണ്, ഭയങ്കര ഇൻജസ്റ്റിസ് ആണ്. അപ്പോൾ അവരുടെ റെമ്യൂണറേഷൻ ആയാലും അവർ അർഹിക്കുന്ന റെമ്യൂണറേഷൻ ഒന്നുമല്ല, ഭയങ്കര റെമ്യൂണറേഷൻ വാങ്ങിക്കണം എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് മാത്രം അവർ സുപ്പീരിയർ ആണ്, നമ്മൾ ഇൻഫീരിയർ ആണ് പറഞ്ഞാൽ അർത്ഥമില്ല.
അത് പറയാൻ അത് പറയാൻ അത് ഇൻജസ്റ്റിസ് ആണെന്ന് പറയുന്നതോട് എനിക്ക് ഇൻജസ്റ്റിസ് ആണ്. കാരണം ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നില്ല, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കും, അവസാനം ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇപ്പൊ ജോൺ പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പൊ ഒരു ജോൺ പോളിന്റെ സ്ക്രിപ്റ്റ് എന്നോ ഒരു ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് ഒക്കെ, ബാക്കിയുള്ള ഏതൊരു സ്ക്രിപ്റ്റ് റൈറ്റർ സ്ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഇന്ന ആളുടെ സ്ക്രിപ്റ്റ് ആണെന്ന് വിചാരിച്ച് എത്ര പേര് സിനിമ കാണാൻ പോകും? ഇപ്പോഴാണ് LJP ഫിലിം, ജീത്തു ജോസഫ് ഫിലിം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടായിരുന്നു. പത്മരാജൻ പടം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് എത്ര പേർ ഇന്ന ആളുടെ ക്യാമറയാണ്, ഇന്ന ആളുടെ എഡിറ്റിംഗ് ആണ്, ഇന്ന ആളുടെ സ്ക്രിപ്റ്റ് ആണ്, പടം കച്ചവടം. സിനിമ സീരിയസ് ആയി എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിന്റെ കുഴപ്പമാണ്. സിനിമ എങ്ങനെയാണ് സീരിയസ് ആയിട്ട് എടുക്കുക? സിനിമ എന്റർടൈൻമെന്റ് അല്ല, എന്റർടൈൻമെന്റ് മാത്രമല്ല സിനിമയുടെ. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആദ്യത്തെ ഷോയ്ക്ക് പോയി പടം കാണുന്ന ആളല്ല. ഞാൻ ആരുടെ അഭിപ്രായം കേട്ടും പോകാറില്ല. അങ്ങനെ അഭിപ്രായം കണ്ടു പോകരുത്. അഭിപ്രായം കേട്ടും പോകാറില്ല. സന്തോഷ് വർക്കി തന്നെ പറയണോ അത്?